മാളയിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് അനധികൃത ഫ്ലക്സ് ബോർഡുകൾ പഞ്ചായത്ത് പരിസരത്ത് നിറയുന്നത്. കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സുസ്ഥിരമായ ശുചിത്വ പരിപാലന ലക്ഷ്യത്തിനായി മാലിന്യമുക്ത നവകേരളത്തിനായുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പോക്സോ കേസിൽ യുവാവിന് 6 വർഷം തടവും പിഴയും ശിക്ഷ. പുത്തഞ്ചിറ കരാമ്പ്ര അമ്പാട്ടുപറമ്പിൽ വീട്ടിൽ സുകേഷിനെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി 6 വർഷത്തെ തടവിനും 40,000 രൂപ പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാളയിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. കണ്ടില്ലെന്ന ഭാവത്തിൽ ഗ്രാമപഞ്ചായത്തും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് അനധികൃത ഫ്ലക്സ് ബോർഡുകൾ പഞ്ചായത്ത് പരിസരത്ത് നിറയുന്നത്. മാള പഞ്ചായത്തിന് സമീപം മാള ചാലിനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ നടപടിയെടുക്കേണ്ട അധികാരികൾ തന്നെ കണ്ടില്ലെന്ന മട്ടാണ്. യാതൊരു ഉറപ്പും ഇല്ലാതെയാണ് പ്രധാന റോഡിനോട് ചേർന്നുള്ള നടപ്പാതയ്ക്കരികിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലേക്ക് ഇവ മറിഞ്ഞു വീണ സാഹചര്യവുമുണ്ടായി. പൊതുജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഭീഷണി ഉയർത്തുന്ന ഫ്ലക്സും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് കോടതി അന്ത്യശാസനം നൽകിയിരുന്നു. എന്നിട്ടും നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, മാള. കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സുസ്ഥിരമായ ശുചിത്വ പരിപാലനം ലക്ഷ്യത്തിനായി മാലിന്യമുക്ത നവകേരളത്തിനായുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകൾ, മാർക്കറ്റ്, ബസ് സ്റ്റോപ്പുകൾ, ആശുപത്രി പരിസരം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസ് സമുച്ചയങ്ങൾ, ജലാശയങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിനുള്ള ശുചീകരണ യജ്ഞത്തിനാണ് ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. 3 പീടിക മാർക്കറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയത്തങ്ങൾ, വാർഡ് മെമ്പർ സുജ ശിവരാമൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി മിനി, വ്യാപാരി വ്യവസായ സമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ RS രഘുനാഥ്, ഇക്ബാൽ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ വനിത തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി നിയോഗിച്ച ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മസേന പ്രവർത്തകരുടെയും സഹകരണത്തിൽ വരും ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിന് ഒഴിവാക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിലെ 3 പീടിക ജംഗ്ഷനിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. പ്രധാന കവലകളിൽ കൂടി വരും ദിവസങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാറിലേക്കുള്ള കരട് പദ്ധതി രേഖയ്ക്ക് കൗൺസിൽ അംഗീകാരം നൽകി. ബഡ്ജറ്റ് വിഹിതമായ നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള 21 കോടി രൂപയ്ക്ക് പുറമെ തനത് ഫണ്ടും ഹെൽത്ത് ഗ്രാന്റ്, ശുചിത്വ മിഷൻ ഗ്രാന്റ് തുടങ്ങിയ ഫണ്ടുകളും ഉൾപ്പെടുത്തുന്നതാണ് ഈ വർഷത്തെ പദ്ധതികൾ. ഇതോടൊപ്പം സ്വകാര്യ പങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തി വിവിധ പദ്ധതികളും തയ്യാറാക്കും. പട്ടണത്തിന്റെ വിവിധ സ്ഥലങ്ങൾ ശുചിത്വത്തോടൊപ്പം സൗന്ദര്യവൽക്കരണവും നടത്താൻ പൊതുജന സഹകരണത്തോടെ പദ്ധതികൾ നടപ്പിലാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും പാർക്കിംഗ് സ്ഥലങ്ങളും ഫുട്പാത്തുകളും പ്രധാന റോഡുകളുടെ ബെൽമൗത്തുകളും മീഡിയനുകളും വഴിയോരങ്ങളും സൗന്ദര്യവൽക്കരിക്കുന്നതിന് സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ പദ്ധതി രൂപീകരിക്കാനും റോഡുകളുടെയും പ്രധാന സ്ഥാപനങ്ങളുടെയും പേരുകൾ സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകൾ, ക്യാമറകൾ, വളവുകളിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള കണ്ണാടികൾ, സോളാർ ലൈറ്റുകൾ തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾ പൊതുജന സഹകരണത്തോടെ നടത്താനും തീരുമാനിച്ചു. വ്യാപാര സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നഗരവീഥികളിലെ സൗന്ദര്യവൽക്കരണവും പരിപാലനവും നടത്താനുള്ള പദ്ധതിയും തയ്യാറാക്കാൻ തീരുമാനിച്ചു. നഗരസഭാ പാർക്ക്, വിവിധ സർക്കാർ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും സൗന്ദര്യവൽക്കരണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി. തിന്മയുടെ ലഹരിക്കെതിരെ നന്മയുടെ ലഹരിയിലേക്ക് എന്ന സന്ദേശവുമായി ചാലക്കുടിയുടെ നന്മ ലഹരി എന്ന നൂതന പദ്ധതി നടപ്പാക്കാനും യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഫുട്ബോൾ,
വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ, നീന്തൽ എന്നീ തുടർ പരിശീലന പരിപാടികൾ നടത്താനും ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തനക്ഷമമാക്കാനും പദ്ധതിയിൽ തുക വകയിരുത്തി. നഗരസഭാ തലത്തിലും പ്രാദേശിക തലത്തിലും ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും പദ്ധതിയുടെ തുടർ നടത്തിപ്പിനായി സാമൂഹ്യ സാംസ്കാരിക യുവജന സംഘടനകളുടെ സഹകരണം ഉൾപ്പെടുന്ന വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഉൽപാദന മേഖല 50 ലക്ഷം, പാർപ്പിടം 1.50 കോടി, വനിത 65 ലക്ഷം, കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി 32 ലക്ഷം, വയോജനങ്ങൾ 32 ലക്ഷം, റോഡ് 5.60 കോടി, കെട്ടിടങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവയ്ക്ക് 3 കോടി എന്നിങ്ങനെയാണ് കരട് പദ്ധതി രേഖയിൽ തുക വകയിരുത്താൻ കൗൺസിൽ തീരുമാനിച്ചത്. മാർക്കറ്റിന്റെ നവീകരണം, കർഷക ചന്ത, തരിശുരഹിത ചാലക്കുടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, സ്നേഹസ്മൃതി, ഉണർവ് സാംസ്കാരികോത്സവം, പ്രാഥമിക ശുശ്രൂഷ പരിശീലനം തുടങ്ങിയ വിവിധ പദ്ധതികളും ഉൾപ്പെടുത്താൻ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ച കൗൺസിൽ യോഗം തീരുമാനിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. പോക്സോ കേസിൽ യുവാവിന് 6 വർഷം തടവ്. പുത്തഞ്ചിറ കരാമ്പ്ര അമ്പാട്ടുപറമ്പിൽ വീട്ടിൽ സുഗേഷിനെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി 6 വർഷത്തെ തടവിനും 40,000 രൂപ പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ചത്. മാള പുത്തഞ്ചിറ വായനശാലയ്ക്ക് അടുത്ത് വെച്ച് 17 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലാണ് പ്രതിയെ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി PA സിറാജുദ്ദീൻ ശിക്ഷിച്ചത്. മാള സബ് ഇൻസ്പെക്ടറായിരുന്ന സൈമൺ KM അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് വിധി. പ്രോസിക്യൂഷനു വേണ്ടി ചാലക്കുടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് T ബാബുരാജ് ഹാജരായി. നാടിനെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ പോർമുഖം തുറന്ന് സ്ത്രീ കൂട്ടായ്മ. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പരിധിയിൽപ്പെട്ട വാർഡുകളിലെ അമ്മമാരെയും സഹോദരിമാരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരി വിരുദ്ധ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനങ്ങളുമായി ശൃംഗപുരത്തുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് സ്ത്രീ കൂട്ടായ്മ പരിപാടി സംഘടിപ്പിച്ചു. SI കശ്യപ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് നൈജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. രഞ്ജിനി T ദാസ്, മിനി ശശികുമാർ, ഐഷ ഫ്രാൻസിസ്, നൈജു മുനീസ, ഉഷാദേവി, സുജാത സോമൻ, ബിന്ദു, സ്ത്രീ കൂട്ടായ്മ സെക്രട്ടറി അനിത, പുഷ്കല വേണുരാജ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് വഴി ജോലിയിൽ പ്രവേശിച്ചയാളെ അയിത്തത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയതിൽ പ്രതിഷേധിച്ച് SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രകടനവും പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചു. യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് KS ശിവറാം അധ്യക്ഷത വഹിച്ചു. യോഗം കൗൺസിലർ ബേബി റാം മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് മൂവ്മെന്റ് കോർഡിനേറ്റർ ദിനിൽ മാധവ്, സമൽ രാജ്, യൂണിയൻ നേതാക്കളായ ഡിൽഷൻ കൊട്ടേക്കാട്ട്, MK തിലകൻ, ജോളി ഡിൽഷൻ, ശാഖ യൂത്ത് മൂവ്മെന്റ് ജേതാക്കളായ VG ഉണ്ണികൃഷ്ണൻ, KA അനീഷ്, വാസുദേവൻ KN, TD വിജയകുമാർ, CR രാജൻ, രാജു ഈശ്വരമംഗലത്ത്, EA ദിനേശൻ, അജയ് ഘോഷ്, KP വിനയകുമാർ, PR ആരോമൽ എന്നിവർ പ്രസംഗിച്ചു. അൽജിത്ത്, രാകേഷ്, അനിൽകുമാർ, പ്രദീപ്, സായുജ്, വിമൽ, സന്ദീപ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുറപ്പ് ഉത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ആചാരപ്രകാരം നടത്തിവരുന്ന ചക്രം കല്ലിലുള്ള കാവുകളവും തുടർന്ന് പൊങ്കാല, തെണ്ട് വഴിപാട് സമർപ്പണം, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ വനിതാ ദിനാഘോഷം നടന്നു. തൃശൂർ നെഹ്റു യുവകേന്ദ്ര യൂത്ത് ഓഫീസർ ബിൻസി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇപ്പോൾ യൂത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ വിവിധമാണ്. Why
how we can cap the range എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് 2014 വന്ന നാഷണൽ യൂത്ത് പോളിസി പ്രകാരം ഇന്നത്തെ യുവാക്കളുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ക്ലബുകളോ മാത്രമല്ല, പുതിയ ഒരു തലങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഒരു തീരുമാനമെടുക്കുകയാണ്. മൈ ഭാരത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൈ ഭാരത് എന്ന് കേട്ടിട്ടുണ്ടോ? മൈ ഭാരത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി. അത് നെഹ്റു യുവകേന്ദ്രയും NSS ഒക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നു. ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്നുണ്ടല്ലേ? ഇത് പഠിച്ചു കഴിഞ്ഞാല് കുറെ ആളുകൾക്കൊക്കെ ഇന്റേൺഷിപ്പിന് പോകാനുള്ള അവസരങ്ങൾ കിട്ടും. അപ്പൊ കുറച്ച് ആളുകൾക്ക് തീർച്ചയായും പ്രൈവറ്റ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാകാം. അപ്പൊ മിനിസ്ട്രിക്ക് തോന്നിയ ഒരു ഇതെന്ന് പറയുന്നത്, നമുക്ക് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിൽ പല ഡിപ്പാർട്ട്മെന്റുകളുടെ ഇന്റേൺഷിപ്പുകളിൽ കോൾഫോർ ചെയ്യാറുണ്ട്. മെഡ്സ് കോളേജ് പ്രിൻസിപ്പൽ അംബിക ദേവി അമ്മ അധ്യക്ഷത വഹിച്ചു. നിമ്മി പി പള്ളൻ, പ്രൊഫസർ ഫ്രാൻസിസ്, മീവൽ സജി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം 15-ന് നടത്തും. വൈകിട്ട് 4-ന് ചാലക്കുടി SN ഹാളിൽ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പ്രണാമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം കേരള കൗമുദി ദിനപത്രം, തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേഷൻ എഡിറ്റർ VS രാജേഷിന് മന്ത്രി സമ്മാനിക്കും. സനീഷ് കുമാർ ജോസഫ് MLA നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 100ഓളം പത്ര ഏജന്റുമാരെ ആദരിക്കും. ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ്, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, പ്രണാമം ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ജനറൽ കൺവീനർ ഷാലി മുരിങ്ങൂർ, ചീഫ് കോർഡിനേറ്റർ വിൽസൺ മേച്ചേരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. 3 ആനകളുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി നടന്നു. പരക്കാട് മഹേന്ദ്രൻ മാരാർ, ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാർ എന്നിവർ മേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വാദ്യഗുരുക്കളും സച്ചിൻ വാസുദേവനും സംഘവും തായമ്പക അവതരിപ്പിച്ചു. രാത്രി 1 മണിക്ക് ഏകാദശി വിളക്ക്, പഞ്ചാരി മേളം, പഞ്ചവാദ്യം, പുലർച്ചെ പള്ളിവേട്ട എന്നിവ നടന്നു. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ KG വിഭാഗം വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു. സീരിയൽ താരം ഗ്രീഷ്മ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി PM അഹമ്മദ്, PTA വൈസ് പ്രസിഡന്റ് ജിഷ ഉമർ അലി, വിദ്യാർത്ഥി പ്രതിനിധികളായ മുഹമ്മദ് അദ്നാൻ, സാറ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സഹോദയ കിഡ്സ് ഫെസ്റ്റ് വിജയികൾക്കുള്ള സമ്മാനദാനവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന ജ്വാല 3.0 സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ തൃശൂർ റൂറൽ ജില്ലാതല ഉദ്ഘാടനം കൊടകര സഹൃദയ അഡ്വാൻസ് സ്റ്റഡീസിൽ നടന്നു. ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഉല്ലാസ് PA അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുഖ്യാതിഥിയായിരുന്നു. വനിതാ സെൽ സബ് ഇൻസ്പെക്ടർ സൗമ്യ EU, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ K, കൊടകര പോലീസ് ഇൻസ്പെക്ടർ ദാസ് TK, ജനമൈത്രി സുരക്ഷാ പദ്ധതി ADNO ശ്രീലാൽ CN എന്നിവർ സംസാരിച്ചു. ചാലക്കുടിയിലെ ഫോട്ടോഗ്രാഫറായിരുന്ന AP തോമസിന്റെ സ്മരണാർത്ഥം ചാലക്കുടി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച അഖില കേരള ഫോട്ടോഗ്രാഫി മത്സരമായ AP തോമസ് ദൃശ്യപ്രതിഭ പുരസ്കാരത്തിന് സുനിത നീലം കൊട്ടാരക്കര അർഹനായി. 5000 രൂപ ക്യാഷ് പ്രൈസും മൊമന്റയും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രോത്സാഹന സമ്മാനത്തിനായി വിനോദ് അത്താളി, സുരേഷ് കിഴുത്താനി, അനൂപ് കൃഷ്ണ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രോത്സാഹന സമ്മാനമായി 1000 രൂപയും സാക്ഷ്യപത്രവുമാണ് നൽകുക. കൃഷിയിടത്തിലെ കർഷകർ എന്നതായിരുന്നു മത്സരത്തിന്റെ വിഷയം. കലാനിരൂപകനായ ഡോക്ടർ ഷാജു നെല്ലായി, പ്രമുഖ ഫോട്ടോഗ്രാഫറായ സുനിൽ സബരിയ, ചിത്രകാരൻ സുരേഷ് മുട്ടത്തി എന്നിവരാണ് വിധികർത്താക്കൾ. പുരസ്കാര വിതരണം ചാലക്കുടി പ്രസ് ക്ലബിന്റെ സ്മൃതി സംഗമത്തിൽ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് PK സിദ്ദിഖ്, സെക്രട്ടറി KV വിജയൻ, കൺവീനർ MG ബാബു, ജോയിന്റ് സെക്രട്ടറി II അബ്ദുൽ മജീദ് എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തുന്നു.
ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് അനധികൃത ഫ്ലക്സ് ബോർഡുകൾ പഞ്ചായത്ത് പരിസരത്ത് നിറയുന്നത്. കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സുസ്ഥിരമായ ശുചിത്വ പരിപാലന ലക്ഷ്യത്തിനായി മാലിന്യമുക്ത നവകേരളത്തിനായുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പോക്സോ കേസിൽ യുവാവിന് 6 വർഷം തടവും പിഴയും ശിക്ഷ. പുത്തഞ്ചിറ കരാമ്പ്ര അമ്പാട്ടുപറമ്പിൽ വീട്ടിൽ സുകേഷിനെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി 6 വർഷത്തെ തടവിനും 40,000 രൂപ പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.